കോഴിക്കോട് വെള്ളിമാടുകുന്ന് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായി എന്ന വാർത്ത ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ എല്ല് പൊട്ടിപ്പോയി എന്നും വാർത്തയുണ്ട്. 5 വിദ്യാർത്ഥികൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 കിട്ടി. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ ഞാനിന്ന് കാണിച്ചു തരാം. സ്റ്റണ്ട് നമ്മുടെ ബ്രൂസിലി ഇല്ലേ, നമ്മുടെ എൻ്റർ ദ ട്രാക്കിലെ അതുപോലുള്ള ഇടിക്കുന്നത് എങ്ങനെയാണ് ഇവരിതൊക്കെ പരിശീലിച്ചത് എനിക്ക് മനസ്സിലാക്കുന്നില്ല. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. രാഹുൽ, ഈ അടി എന്ന് വെച്ചാൽ മൂത്തടിയാണല്ലോ, കുട്ടിയാണെങ്കിലും അടി മൂത്തതാ, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ISKN ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി സംഘർഷങ്ങൾ തുടർക്കഥയാവുകയാണ്. കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ JDT കോളേജിൽ നടന്ന ഒരു സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. വെള്ളിയാഴ്ചയാണ് കോഴിക്കോട് JDTയിലുള്ള കോളേജിൽ ഈ വിദ്യാർത്ഥി സംഘർഷം നടക്കുന്നത്. വെള്ളിയാഴ്ച രാത്രിയിൽ സമീപത്തെ ഒരു ഹോട്ടലിന് മുമ്പിൽ നടന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. മുൻ വൈരാഗ്യമാണ് ഇത്തരത്തിൽ അക്രമത്തിന് കാരണമായതെന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്നത്. ഈ JDT കോളേജിലെ വിദ്യാർത്ഥിയായിട്ടുള്ള അഹമ്മദ് മുജ്തബ എന്ന വിദ്യാർത്ഥിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഈ വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. SKN സൂചിപ്പിച്ച പോലെ തന്നെ ആ ഇടി കാണുമ്പോൾ തന്നെ അറിയാം ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടെന്ന്. മുഖത്തും എല്ലിനും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. 13 വിദ്യാർത്ഥികളാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടത്. 13 പേർക്കെതിരെ ചേവായൂർ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. സംഭവത്തിൽ 5 പേർ അറസ്റ്റിലും ആയിട്ടുണ്ട്. മുഹമ്മദ് റിബാസ്, ഷാഹിൻ, നിഹാൽ, മുഹമ്മദ് യാസിർ, എജാസ് അഹമ്മദ് എന്നീ 5 വിദ്യാർത്ഥികളാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. ബാക്കിയുള്ള വിദ്യാർത്ഥികളെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ ചികിത്സയിൽ തുടരുകയുമാണ്. SKN.